വിറച്ച് നെഞ്ചുനീറിയുള്ള കാത്തിരിപ്പ് വിഫലം. ഉരുളെടുത്ത 7 ജീവനുകൾ ഏറ്റുവാങ്ങി തിരുവണ്ണാമലൈ. മലവെള്ളവും പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഉരുൾപൊട്ടലിന്റെ 26-ാം മണിക്കൂറിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി NDRF സംഘം. രാജ്കുമാർ, ഭാര്യ മീന, 2 മക്കൾ, മീനയുടെ സഹോദരന്റെ 3 മക്കൾ എന്നിവരാണ് മരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ തിരുവണ്ണാമലൈ ക്ഷേത്രത്തോട് ചേർന്നുള്ള മലയിൽ 2 ഉരുൾപൊട്ടലുണ്ടായതും ദൗത്യം ദുഷ്കരമാക്കി. വിഴുപ്പുറം ജില്ലയിലെ നദികൾ കരകവിഞ്ഞ് ദേശീയപാതയിലും റെയിൽവേ ട്രാക്കിലും വെള്ളം കയറിയതോടെ ചെന്നൈയിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര മുറിഞ്ഞു. കേരളത്തിലൂടെയുള്ള 2 13 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി. ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര സഹായം അനിവാര്യമെന്ന് പ്രതികരിച്ചു. 51 സെന്റിമീറ്ററിന്റെ റെക്കോർഡ് മഴയിൽ കൃഷ്ണഗിരിയിൽ ജനജീവിതം സ്തംഭിച്ചു. ഊത്താങ്കരയിലെ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളും ടൂറിസ്റ്റ് വാനുകളും അടക്കം 20 വാഹനങ്ങൾ ഒലിച്ചുപോയി. ജില്ലാ കളക്ടർ മലയാളിയായ KM സരയുവിന്റെ മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം. വെള്ളമിറങ്ങിയ പുതുച്ചേരിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത് ആശ്വാസമായി.